കൊല്ലം മുണ്ടക്കലിൽ ക്ഷേത്രോത്സവത്തിനിടെ യുവാവിന് കുത്തേറ്റു. ശംഭു എന്ന യുവാവിനാണ് കുത്തേറ്റത്. മുണ്ടക്കൽ തുമ്പറ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലായിരുന്നു സംഭവം ഉണ്ടായത്. ഏതായാലും ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവകാലമാണ്. ഈ ഉത്സവകാലങ്ങളിൽ ഉത്സവമൊക്കെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ആഘോഷിക്കേണ്ട അവസരങ്ങളാണ്. പക്ഷേ അവിടെയാണ് ഇത്തരം സംഘർഷങ്ങളും മറ്റും ഉണ്ടാകുന്നത്. നമുക്കറിയാം, യുവാക്കൾക്കിടയിൽ ഇപ്പോൾ മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗമൊക്കെ വ്യാപകമായുണ്ട്. ഈ യുദ്ധമൊക്കെ അവർ വലിയ ഈ ഉത്സവമൊക്കെ വലിയ ആഘോഷങ്ങൾക്കാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിലും അതിനിടയിൽ ഈ സംഘങ്ങൾ തമ്മിൽ തല്ലുണ്ടാവുക, സുഹൃത്തുക്കൾ തമ്മിൽ കശവിശ ഉണ്ടാകുക, അത് വാക്ക് തർക്കത്തിലേക്കും ഇത്തരം കയ്യേറ്റങ്ങളിലേക്കും ആയുധങ്ങൾ പ്രയോഗിക്കുന്ന ഘട്ടത്തിലേക്കുമൊക്കെ കടക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഒരു യുവാവിന് കുത്തേറ്റ് സന്തോഷത്തോടെ ആഘോഷിക്കേണ്ട ഒരു സ്ഥലത്ത് ആശുപത്രിയിലും മറ്റും കിടന്ന് വേദന അനുഭവിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ചില ആളുകൾ കസ്റ്റഡിയിലാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മുണ്ടക്കൽ തുമ്പറ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യുവാവിൻ്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. എസ് വിനീഷ് വിവരങ്ങളുമായി ചേരും. വിനീഷ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കൊല്ലം തുമ്പറ ക്ഷേത്രത്തിലാണ് ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഉണ്ടായ ഒരു സംഘർഷമാണ്. രണ്ട് യുവാക്കൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ തമ്മിലുണ്ടായ ഒരു വാക്കുതർക്കം പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ഉദയമാർത്താണ്ഡപുരം സ്വദേശി സന്ദീപാണ് ശംഭു എന്ന യുവാവിനെ കുത്തിയത്. 42 വയസ്സാണ് ശംഭു എന്ന യുവാവിന്. കയ്യിൽ കരുതിയിരുന്ന ആ മാരകായുധം ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവശനായ ശംഭുവിനെ, കുത്തേറ്റ ശംഭുവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. അത് ഉത്സവപ്പറമ്പിൽ ഉള്ള ദൃശ്യം തന്നെയാണ്. തുടർന്നാണ് ആംബുലൻസിൽ കൊണ്ടുപോയത്. ഇവർ തമ്മിൽ വ്യക്തിവിരോധം മറ്റും ഉണ്ടോ എന്നുള്ളതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ സന്ദീപിനെ കൈയോടെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിവരം. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. മദ്യലഹരിയിൽ ഉണ്ടായ ഒരു തർക്കമാണ് ഈ ഒരു അക്രമത്തിലേക്ക് കലാശിച്ചതെന്നാണ്. ഇനിയിപ്പോൾ ശംഭുവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതായിട്ടുണ്ട്. ശംഭുവിനെ ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പരിക്ക് ഗുരുതരമാണ്. ചികിത്സയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സന്ദീപിനെ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാനും സാധിച്ചിട്ടുണ്ട്. ശംഭു എന്ന യുവാവിനാണ് കുത്തേറ്റത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇയാളിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട് എന്നും വിനീഷ് കൊട്ടാരക്കരയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.